ഹലോ ക്യൂട്ടീസ്, ഉണ്ടെന്ന വിശേഷം. നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്താലോ? ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് ബുക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും കാണത്തില്ലേ മീഷോയിലൊക്കെ ചോക്ലേറ്റിൻ്റെ ബുക്ക്? പക്ഷേ നമ്മൾ ചോക്ലേറ്റ് അല്ലാതെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ഒരു കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി അതേ സൈസിലോ കുറച്ച് പേപ്പേഴ്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ പേപ്പർ എടുക്കാം. ഇനി നമുക്ക് വേണ്ട അകത്തേത് കീറിയതിൻ്റെ കണ്ടിച്ചപ്പം ഇച്ചിരി കുറച്ച് അബ്നോർമാലിറ്റി ഒക്കെ വന്നു. അതൊക്കെ മറയ്ക്കാൻ വേണ്ടി ഞാനൊരു ബ്രൗൺ പേപ്പർ വെച്ച് അകത്തെ ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ബ്രൗൺ പേപ്പർ ഈ കാർഡ്ബോർഡ് പീസ് നല്ല കറക്റ്റായിട്ട് സൈസാണ്, കുഴപ്പമില്ല. അതിൻ്റെ ഇച്ചിരി കയറി ഇറങ്ങിയ കട്ടായത് ബാക്കിയിരുന്ന പേപ്പർ. ഞാൻ ഈ സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ അല്ലാതെ കാർഡ്ബോർഡ് വേണ്ട, പക്ഷേ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, അല്ലേ? അപ്പോൾ ഒട്ടിച്ചു എടുത്തു. ഇനി നമുക്ക് വേണ്ട നമ്മുടെ അകത്തെ ആ പേപ്പേഴ്സില്ല, ആ സെയിം സൈസിലുള്ള പേപ്പർ വേണമെങ്കിൽ സ്റ്റാപ്ലർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാം. പിന്നെ നമ്മുടെ ഈ സൈഡൊക്കെ ഒന്ന് കണ്ടിച്ച് കൊടുക്കണം. നമ്മൾ ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ കണ്ടിച്ചിരിക്കുന്നതൊക്കെ ആ ഷേപ്പ് നോക്കാൻ വേണ്ടിയാണ് കണ്ടിച്ച് കൊടുക്കുന്നത്. ഇച്ചിരി ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞു പോയി, ഞാൻ പിന്നെയാണ് കണ്ടത് കേട്ടോ. ഇച്ചിരി അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം സൈസായിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ പേപ്പർ അതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. ആ പേപ്പർ ഞാൻ സ്റ്റാപ്ലർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചോക്ലേറ്റ് ആക്കണ്ടേ? ചോക്ലേറ്റ് ആക്കണ്ട. ഒന്നിൽ നിങ്ങൾ കാർഡ്ബോർഡ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കണ്ടിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത് എൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ് ഗ്ലൂ ഇരിക്കുന്നത്, അത് നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കാമെന്ന് വെച്ചുകൊണ്ട് നിർത്തപ്പോഴത്തേന് സത്യത്തിൽ ഞാൻ വിചാരിച്ച ആ ബ്രൗൺ കളറല്ല, ഇതെന്തോ ഒരു മെറൂൺ കളറായിപ്പോയി. എനിക്കാണ് ആ ബ്രൗൺ കളറായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പം വിളിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ് ഗ്ലൂ കൊണ്ട് ഒരു മടിയൻ മാർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളിതിനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആകെ ഒരെണ്ണം ഉള്ളതായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു. ഇച്ചിരി കട്ടിയിൽ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പരത്തി ഈ അട ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, കൈ കൊണ്ട് ഇങ്ങനെ പരത്തി വെക്കുന്നത്. അതുപോലെ നമ്മൾ പരത്തി അതിൻ്റെ എല്ലാ കോർണറിലാക്കുവാണ്. ആദ്യം പരത്തി ഒന്ന് വെച്ച ശേഷം പിന്നെ സ്കെയിൽ കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഉള്ള അത്ര ഉള്ളതുകൊണ്ട് ഞാൻ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇത്. അപ്പോൾ നിങ്ങളെ ഇച്ചിരി കൂടെ ഈ സമ്മാനം ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക സോഫ്റ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെക്കാം. പക്ഷേ ബ്രൗൺ കളർ ഉള്ളതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് ബ്രൗൺ കളർ, ഞാൻ ബ്രൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ ഇല്ലാത്തപ്പോൾ ഇനി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇതുകൊണ്ടങ്ങ് ചെയ്യുവാണ്. ഇനി നമുക്കിതിനെ ബ്രൗൺ ആക്കി എടുക്കണം, മനസ്സിലായോ? അപ്പോൾ അറ്റമൊക്കെ ഏകദേശം ഒട്ടിച്ച് ഞാൻ അതിനെ ഒന്ന് ശരിക്കും ഷേപ്പ് ആയിരുന്നു. കൈകൊണ്ട് വരുത്തുമ്പോൾ ഇച്ചിരി മാൽ ഫങ്ഷനൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് പറഞ്ഞാൽ സാരില്ല, നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് മുകളിൽ നിന്ന് അമർത്തിയാൽ അതൊന്ന് ഷേപ്പായി മാറും കേട്ടോ. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. പിന്നെ ഈ ഗ്ലൂ ആണ്, അപ്പം ഗ്ലൂ അല്ല സോറി, എന്തോരം ഒരു നമ്മുടെ ക്ലേയുമാണ്. അപ്പോൾ ഇച്ചിരിയൊക്കെ കുറപ്പൊക്കെ വരുമെന്നേ, കുഴപ്പമില്ലെന്നേ, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം അതിനെ പരത്തി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റിന് ഷേപ്പ് ആക്കണം. അപ്പോൾ ആദ്യം ഞാൻ സ്കെയിൽ കൊണ്ട് അതിനെ ഒരു ഫ്ലാറ്റ് സർഫസാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് ഈ സോഫ്റ്റ് ഗ്ലൂ ആയതുകൊണ്ട് ഇതിന് ഇച്ചിരി ഫ്ലാറ്റ് ആയാലും ചിലപ്പോൾ ഒക്കെ ഇച്ചിരിയൊക്കെ കുഴപ്പം വരുവേ. ഇനി നമ്മളതിനെ കേക്ക് കണ്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈക്വലായിട്ട് കണ്ടിക്കത്തില്ലേ, നമ്മൾ ഈക്വൽ കഷ്ണങ്ങളെ പോലെ, അതുപോലെ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഇടയിലുള്ള കട്ടുകളില്ലേ ഓരോ പീസസ് ആക്കാൻ വേണ്ടി അതിനെ ഞാൻ സ്കെയിൽ കൊണ്ട് തന്നെ ഓരോ പീസാക്കി ഇങ്ങനെ കട്ട് കൊടുക്കുകയാണ്. കണ്ടിച്ച് കളയല്ലേ എന്ന് നമ്മൾ ജസ്റ്റ് സ്കെയിൽ കൊണ്ട് കട്ട് കൊടുക്കുക. അപ്പോഴല്ലേ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഷേപ്പ് ആകത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേനും ഉടനെ നമ്മുടെ ചോക്ലേറ്റ് ഷേപ്പ് പോലെ കണ്ടിച്ചെടുക്കാണ്ട് അത്തന്നെ തോന്നില്ലേ, തിന്നാൻ തോന്നുന്നില്ലേ സാധനം ഇരിക്കുന്നല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിച്ച് നമ്മൾ സ്ക്വയർ പീസസ് പോലെ ആക്കി എടുക്കുകയാണ്. അങ്ങനെയല്ലേ ചോക്ലേറ്റ് വരേണ്ടത്. അപ്പം ഇത് വലിയൊരു ചോക്ലേറ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും പീസസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് തിന്നാനായിരുന്നെങ്കിൽ എപ്പോഴും തിന്നേനെ അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ടത് ചോക്ലേറ്റിൻ്റെ ബുക്കൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ കളറാക്കണം. അപ്പോൾ ഞാൻ ഓർക്കാതെ എക്സ്ട്രാ ഒരു ഇത് കണ്ടിച്ചപ്പോൾ അതിനൊക്കെ പരത്തിയെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ, അതൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പം ഞാനതിനെ ശരിയാക്കി ഒന്ന് എടുക്കുവാണ്. ഏതായാലും ഗ്ലൂ ഈ ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ടിയായിപ്പോകും, ഹാർഡായിപ്പോകും. അതിൻ്റെയാണ് ഈ സോഫ്റ്റ് ക്ലേയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതാണ്. ഇനിവ നമ്മുടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രൗൺ കളറാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കാരണം ഈ കളറിനെ നമുക്ക് ബ്രൗൺ ആക്കി മാറ്റണം. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര ബ്രൗണൊന്നും ഇല്ലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ബ്രൗൺ കളറാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം കണ്ടിട്ട് ഈ കളറിലെ ചോക്ലേറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കളറിലും ചോക്ലേറ്റൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഈ വെൽവെറ്റ് കളറിലെ ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നില്ലേ. ഇനി നമ്മളതിനെ ബ്രൗൺ കളർ അടിക്കുകയാണ്. എല്ലായിടത്തും ബ്രൗൺ കളർ അടിച്ചു കൊടുക്കണം. നല്ലോണം 2-3 കോട്ടിങ് അടിച്ചെങ്കിലേ ഉള്ളൂ ശരിയാകത്തുള്ളൂ. കാരണം ഇത് ഓൾറെഡി ബ്രൗൺ അല്ല. അപ്പോൾ ബ്രൗൺ കളറിലെ ക്ലേ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ്, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഞാൻ അതിനെ ശരിപ്പെടുത്തി എടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത് ക്ലേ ഇല്ലെങ്കിൽ, അഥവാ നമ്മുടെ സോഫ്റ്റ് ക്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, നിങ്ങളതിനെ
നമ്മുടെ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി വെച്ച് കളയാക്കാം. ഇച്ചിരി ബബ്ലി പോലെ ഇരിക്കുന്നല്ലേ, ഇച്ചിരി ഉരുക്കിയത് പോലെ, ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ട് ഉരുകിയ ഒരു ചോക്ലേറ്റ് പോലെ ഇരിപ്പില്ലേ, സാരമില്ല, നമുക്ക് ഇത്രയൊക്കെ മതി. അപ്പം നമ്മളൊരു ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പേജസൊക്കെ വെക്കാം. ഞാൻ വലിയ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ബുക്ക് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഇച്ചിരി ഫ്രിഡ്ജ് വെക്കാത്തതുകൊണ്ടും അലുത്ത് പോയ ചോക്ലേറ്റ് പോലെ ഇരിക്കില്ലേ. എങ്ങനെയുണ്ട്? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.